കുറച്ച് പച്ചക്കറി നട്ടതേനു. ഇപ്പോൾ കുറച്ചെല്ലാം ആയിട്ടുണ്ട്, പയറായിട്ടുണ്ട്. അപ്പോൾ പയർ കുറച്ച് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ പോക്കാണ്. അടിപൊളി പയറാണ്. നമുക്ക് ഒരു നേരത്തേക്കെല്ലാം വറുക്കാൻ നല്ല കുറച്ച് ചള്ളാണ്. ഇതിപ്പം വേണ്ട, വേണ്ട, ഇതിപ്പം പറിക്കണ്ട. നല്ല അടിപൊളി കക്കിരിയാണല്ലോ, നാടൻ കക്കിരി ആയിട്ടുണ്ട് കേട്ടാ. നാടൻ കക്കിരി മുകളിൽ കയറിയിട്ടുണ്ട്. കക്കിരി ആയിട്ടുണ്ടേ. കക്കിരി ഇതാ വേറില്ല, കക്കിരി നല്ല വെള്ള കക്കിരിയാണ്. പിന്നെ ഇതിലെല്ലാകുന്നുണ്ട്, ഇവിടെ എല്ലാകുന്നുണ്ട്. ഇതാ മാഷാല്ലാ, അത് എവിടെ എല്ലാം പൂവ് ഇട്ടിട്ടുണ്ടേ. കക്കിരിൻ്റെ ഇത് കക്കിരിൻ്റെ തന്നെ അല്ലേ? ഇത് കക്കിരിയാണ്. കക്കിരിൻ്റെ തന്നെ. ഇതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ടാ. ഇതിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം വറക്കാനായി. ഒരു നേരത്തേക്ക് വറക്കാൻ ആയി. തേങ്ങയെല്ലാം കുറച്ചധികം ഇട്ട് ഒരു ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം വറക്കാൻ തന്നെയായി. ഒരു ചോറിന് കറി വറവിനായി. ഇട്ടിട്ടില്ല, ഒരു വളം ഇടാണ്ടായത്. വളം ഇട്ട് നല്ലോണം ആവുകയും ഇട്ടിട്ടില്ല. ഇത് ഇതെന്നാ ഇതെന്നാ ചെറിയൊരു ഇതാണ്, ഡബിൾ കയറിയോണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ചതൽ എടുക്കുന്നുണ്ട്. ഇതായതാളി കുഞ്ഞ് ഇതെല്ലാം ഇത് കുറച്ചും കൂടി വളമിട്ട് കൊടുത്താൽ മതി കേട്ടാ. വളമിട്ട് നല്ലോണം ഇതാവും. ഇഞ്ചി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കളച്ച് നോക്കണല്ലോ. ഇഞ്ചിൻ്റെ ടൈം എപ്പോഴാന്ന് നമുക്കറിയാമല്ലേ? ആരോടും ചോദിച്ചിട്ട് നമുക്ക് ഇത് കളച്ചൊക്കെ വെറുതെ ഇങ്ങനെ നട്ടിയാന്ന്. എന്നാലും എന്തായാലും ഇഞ്ചി ഇല്ലാണ്ട് നിൽക്കില്ല. ഇഞ്ചിയിൽ അധികം ആൾ നടുന്നതാണ്. നോക്കി നോക്കാം. ഇത് പീടിയിൽ നിന്ന് മേടിച്ച മുളകാണ്, ഉണ്ട മുളകാണ്. ചെറിയത് പായ് വന്നിട്ടുണ്ട്, അപ്പുറമായിട്ടുണ്ട്. അതിനാലും ഇന്നലെ പറിച്ച്. ഇത് നല്ല വലിയ മുളകാണ്ടിയാണ്. ഇത് വളമിട്ട് കൊടുക്കയിട്ടാ. നല്ല വലിയ മുളകും. വളമില്ലായിട്ടാണ്. ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇത്തിരി നീളം വെച്ചോ. ചെറുതിലേ ഇതിന് തീരലൊന്നും ഉള്ളി കൊടുക്കണം, എന്നാൽ നീളം വെക്കാണ്ട് ഇങ്ങനെ പോവാം. അപ്പം ഇപ്പം ഇത് പൊട്ടിച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് കഴിയാവുന്ന നോക്കാം. ഇതൊരു തക്കാളീൻ്റെ തൈ നട്ടിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ആവട്ടെ. ഇനി മാറ്റി നട്ടിട്ടില്ല, കുറച്ച് വണ്ണം വെച്ച്. ഇത് ഇവിടെ ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിക്കുന്ന ഒരു പരിപാടി. പോയി തക്കാളി നല്ലോണം ആകുന്നതാണ്. ഇത് തക്കാളിൻ്റെ തയ്യ നല്ലോണം വലുതായും തയ്യല്ലോ. പക്ഷേ തക്കാളി പ്രാവശ്യം ആയിട്ടേ ഇല്ല കേട്ടോ. കുറച്ചതാ തക്കാളി എന്തോ ഒരു കുരുട് പിടിച്ച വരയിപ്പോയി കേട്ടോ. ഇത് വെണ്ടയ്ക്കേൻ്റെ വിത്താക്കാൻ വെച്ചാണ് കേട്ടോ. ഇതിൽ ഒരുപാട് വിത്തുകളുണ്ട്. നല്ല വെണ്ടക്ക തയ്യാന്ന് കേട്ടോ. ഇത് വെണ്ടക്ക ആയിട്ടുണ്ടോ. ഈ വെണ്ടയ്ക്കേൻ്റെ വിത്താന്ന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചേ. നല്ല വെണ്ടക്ക വിത്താ. ഇത് നല്ല നാടൻ വെണ്ടയ്ക്കത്. നല്ല പേരക്ക കേട്ടോ. അപ്പോൾ മീനുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മണി പ്ലാന്റൊക്കെ നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ പ്ലാന്റെല്ലാം ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കുപ്പിക്കത് വെള്ളത്തിലിട്ടിട്ട് ഏറ്റവും നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇത്രയുമായി. ലക്കി ബാമ്പ് എന്ന് പറയും. എൻ്റെ ഈ ചെടി ലക്കി ബാമ്പുവാണ്. വാട്ടർ പ്ലാന്റ് തന്നെ വെള്ളത്തിലും വളർത്താം, ഇത് മണ്ണിലും വളർത്താം. ഇത് വേറെ ലക്കി ബാമ്പ് തന്നെ, പക്ഷേ ഇതിൻ്റെ വേറെ ടൈപ്പാണ്. അപ്പോൾ ഗൈസ് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിലൊരു ജീവിനെ കാണാം. ഈ ഒരു കുപ്പിയാണ്ട, ഈ കുപ്പിയിലൊരു ജീവിയാണ്. അതൊരു മീനാണ് കേട്ടോ. അന്ന് മേടിച്ചതാണേ. അപ്പോൾ ഇതിൽ വേറൊരു ഭയങ്കര സാധനമുള്ളൊരു മീനുണ്ട്. ആ മീൻ അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതായത് ഒരു കുപ്പിയിൽ കയറി. ഞാൻ നട്ടെ ലക്കി ബാമ്പിൻ്റെ കുപ്പിയിൽ കയറി നിന്നിട്ടുള്ള മേടിച്ചിട്ട് പാവം. ഈ മീനാണ് അതിനെ അറ്റാക്ക് ചെയ്തത്. ഈ മീൻ അതിനെ പുറത്തിറങ്ങാൻ പെടുന്നില്ല. അതായത് ഈ കുടുക്കലെല്ലാം കയറലും ഇറങ്ങലും നല്ല രസമാണ് ഇതിൻ്റെ കളി കാണാൻ. ഈ മീൻ കണ്ട ഇതിൻ്റെ അടുത്ത് കയറി നിന്നിട്ട് പാവം അത് പേടിച്ചിട്ടാണ്. ഇടയ്ക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം പുറത്തിറങ്ങും, പിന്നെ എപ്പോഴും അതിൽ കയറിയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി ശനി ഞായറായിട്ട് ലീവായിരുന്നു. അപ്പോൾ ഇന്നെല്ലാവരും കുട്ടികൾ സ്കൂളിൽ പോയി. അപ്പോൾ നോക്കി ഇനി അടുത്ത വീഡിയോയിൽ വരാം.